ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോലി ദീപാവലിക്കാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുക ദഹി ഭല്ലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ഹോളി ആയാലും ദീപാവലി ആയാലും ഇവിടെ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കും കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ. അപ്പം നമ്മൾ നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് നല്ല സ്പഞ്ചി ആയിട്ട് ഭല്ല നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യമാണെങ്കിൽ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഉഴുന്നാണെങ്കിൽ നമുക്കൊരു 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. ഇതിനകത്ത് എത്ര എക്സ്ട്രാ വെള്ളമുള്ളതെന്ന് വെച്ചാൽ അത് മൊത്തം നമുക്ക് കളയണം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളത്തിന് തീരെ ആവശ്യം വരത്തില്ല കേട്ടോ. അഥവാ വന്നാലും ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. നമ്മൾ 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടെ വരത്തില്ല. വെള്ളം പറ്റുവാണെങ്കിൽ വെള്ളമില്ലാതെ തന്നെ അരയ്ക്കാൻ നോക്കണേ, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സി ജാറിലോട്ട് ഇത് നമുക്ക് ഒത്തിരി ഇടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാണെങ്കിൽ ഈ മാവ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നമുക്ക് വിചാരിക്കുന്ന ആ രീതി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ മാവ് ചൂടാവാൻ പാടില്ല. ആ രീതി തന്നെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ 4 ബാച്ചായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇടയ്ക്കെന്നാണെങ്കിൽ നമുക്ക് തുറന്ന് ഏത് സൈഡിലൊക്കെ കിടക്കുന്ന എല്ലാം നമുക്ക് എല്ലാം സ്ക്രാപ്പ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സ്മൂത്തായി അരച്ചെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. അതിനകത്ത് നമുക്ക് ഡിപ്പ് ചെയ്ത് നോക്കാം. മേളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ പാകത്തിനായി വന്നിട്ടുണ്ടെന്നാൽ ഇത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റാം. ഇത് കണക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ഇനി സെക്കൻഡ് ബാച്ച് അരയ്ക്കുന്നതിനകത്ത് ഞാനാണെങ്കിൽ ഒരു 7-8 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എരിവ് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇതിനകത്ത് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ കുറച്ച് ഇടയ്ക്കൊന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നേരത്തെ ഇച്ചിരി കൂടി സ്മൂത്തായിട്ടാണ് അത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു ഡയറക്ഷനിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പ്ലഫിയ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ബീറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ അറിയുന്നല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൈ കൊണ്ട് ഒരു 5 മിനിറ്റിന് സമയം 5-7 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. അത്രയേ ആവത്തേ ഉള്ളൂ. ഒരു കട്ടോരിയിൽ വെള്ളം എടുത്ത് നമുക്ക് ഇട്ട് നോക്കാം. ഞാനത് മുക്കാൻ നോക്കിയിട്ട് അത് മുങ്ങി വരുന്നില്ല, കണ്ടില്ല, മേളിൽ തന്നെ പൊങ്ങി കിടക്കുക. അതിൻ്റെ അർത്ഥം അത്രയും മതി എന്നാണ് കേട്ടോ. അത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1.5 ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാവരും ടേസ്റ്റിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചിലരൊക്കെ പറയും അറിയത്തില്ല നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണ്ടെന്ന്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് 1 ടീസ്പൂൺ ഇട്ട് നോക്കിയിട്ട് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി എണ്ണ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചൂടാക്കാൻ പാടേ ഉള്ളൂ. പിന്നെ നമുക്കാണെങ്കിൽ കയ്യൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള കുഞ്ഞു ബോൾസ് വേണം ആക്കിയെടുക്കാനായിട്ട്. ഇട്ട് കൊടുക്കും എണ്ണയിൽ. എന്താ വെച്ചാൽ എണ്ണയിലിട്ടൊന്ന് വീർത്ത് വരും. പിന്നെ നമ്മളാണെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അന്നേരം ഇത് വീർക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി വലുതായി വരും. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സെക്കൻഡ് ബാച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എണ്ണ ഒത്തിരി ചൂടായെന്ന് തോന്നുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് വീർത്ത് വരത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അമങ്ങിയ പോലെ പപ്പടം പോലെ ഇങ്ങനെ സോഫ്റ്റായി ഇങ്ങനെ എന്ത് പറഞ്ഞാൽ ഒട്ടിയിരിക്കുന്ന കൂട്ട് പാകമായി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതാണെങ്കിൽ ഒത്തിരി നമ്മൾ പരിപ്പോടെയും ഉഴുന്നുവടയൊക്കെ എടുക്കുന്ന കൂട്ട് അതുപോലെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇത്രയും ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും മതി. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കണക്കിന് ബാക്കിയുള്ള ബാച്ച് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ എനിക്കത് പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട്. ചിലരൊക്കെ പറയും നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പം ഉള്ളി ഇങ്ങനെ ഒരു കുഞ്ഞു ബോളായിട്ട് കട്ട പോലെ ഇങ്ങനെ കിടക്കുന്നു മാവുന്നു. പക്ഷേ എൻ്റെ അങ്ങനെ കിടക്കുന്നില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല കണ്ടില്ലേ, നല്ല ഇരിക്കുന്നത്, നല്ല ഇതുപോലെ എന്തുവാ പറയുന്നത്, സ്പഞ്ചി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് കാരണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് പെർഫെക്റ്റ് റെസിപ്പി. ഞാൻ പറഞ്ഞ കൂട്ടനെ എല്ലാം ഫോളോ ചെയ്യണേ. എന്നാൽ നിങ്ങളുടെയും ഇതുപോലെ ദൈവല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കാണെങ്കിൽ ഇളം ചൂട് വെള്ളം നമ്മൾ കൈ തൊടുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ പാടില്ല. അത്രയും ചൂടുവെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഗോട്ട ഒത്തിരി അത് ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ വീർത്ത് വരുന്നു. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടത് മുക്കി ഒരു 15 മിനിറ്റത്തേക്ക് വെക്കുക. അതിന് ശേഷം 1.5 കപ്പ് തൈരിനകത്ത് 3 ടീസ്പൂൺ പഞ്ചസാര മിക്സ് ആക്കി വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിയും ഉള്ള ചട്നി നമുക്കകത്ത് പുളിയും മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഈ ചട്നിക്ക്. അത് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചട്നി ഇട്ട് കൊടുക്കാം. മേളിൽ കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് കൈ കൊണ്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ കുറച്ച് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ദഹി ഭല്ല റെഡി. കണ്ടില്ലേ, സ്പൂൺ ഇട്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കയറി പോകുന്നത്. അപ്പം താകത്തൊന്നും കട്ടയൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.